അർജുനായി ഇന്ന് നടത്തുന്ന തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്ന് കുടുംബം. മണ്ണിനടിയിൽ തന്നെ വാഹനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് പരിശോധന നടത്തണം. അർജുനെ കണ്ടെത്താതെ അവർ തിരികെ വരില്ലെന്നും അർജുന്റെ സഹോദരി പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇവർ ലാഗ് ചെയ്യുന്നത് നമുക്കറിയില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, നമുക്ക് ആരും കുറ്റപ്പെടുത്താനല്ല. കാരണം എല്ലാ സന്നാഹങ്ങളും നമ്മളൊരു ഈ ഒരു ഇടപെടലുകൊണ്ടും നിങ്ങളെല്ലാവരുടെയും ഇതുകൊണ്ടാണ് അവിടെ എത്തിയതും. നമുക്ക് അവരെങ്ങനെ കുറ്റം പറയുന്നില്ല, ആരെയും ഒന്നും സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. നമുക്ക് എന്തായാലും ഇന്ന് അത്രയും നിങ്ങളെല്ലാവരും ഒരു സപ്പോർട്ട് വേണം. കാരണം അവിടെ തെരച്ചിലൊരു ചെറിയൊരു വിട്ടുവീഴ്ച എന്ന് വന്നാൽ നമുക്ക് എല്ലാ ഇതും നഷ്ടപ്പെടും. 7 ദിവസമായി, ഒരാഴ്ചയായി. എന്താണെങ്കിലും വണ്ടി അവിടെ ഉണ്ട്. ഇപ്പോൾ GPS ലൊക്കേഷനിൽ നിൽക്കണം എന്നില്ലല്ലോ. അത്രയും വലിയ സ്ലൈഡ് വരുമ്പം മുന്നോട്ട് പോകും, നദിയിലേക്ക് പോകും, ഇടത്തോട്ട് പോകും. ബാക്കിയെല്ലാം നമ്മളൊരു ഹോപ്പാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അവ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഭയങ്കര വിശ്വാസമാണ്. വിശ്വാസങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി ബെൻസൺ ബാബു ആണ് അവിടെ നിന്നും ചേരുന്നത്. ബെൻസൺ, ഇന്നിപ്പോൾ 7ാം ദിവസമാണ് തിരച്ചിലിൻ്റെ. ഇന്ന് രക്ഷാദൗത്യം ഇപ്പോൾ രാവിലെ ആരംഭിക്കും. സൈന്യമടക്കം എത്തിയുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിലാണ് സഹോദരിയുടെ പ്രതികരണം. എന്താണ് സഹോദരി പറയുന്നത്? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ ഒരു അപകടം നടന്ന് 7ാം ദിവസമായിരിക്കുകയാണ്. അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഈ വീട്ടുകാരും നാടൊന്നടങ്കം അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ 7ാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അർജുൻ്റെ സഹോദരി പ്രതികരിച്ചത് ഇപ്പോഴും അവർക്ക് പ്രതീക്ഷയുണ്ട്. അവിടെ എത്തിയിട്ടുള്ള സേനയിൽ തിരച്ചിൽ സംഘത്തിലെല്ലാം പ്രതീക്ഷയുണ്ട്. ഇന്ന് ഏറെ നിർണായകമായ ദിവസമാണ്. ഇന്നത്തെ ദിവസത്തെ തിരച്ചിലിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അർജുനെ കണ്ടെത്തുന്നതിനായും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് വാർത്ത ലഭിക്കുന്നതിന് ഒരു തടസ്സമുണ്ടാകും. അതിനാൽ തന്നെ ഇന്ന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഈ ഒരു തിരച്ചിൽ നല്ലപടിയായി നടക്കണമെന്നൊരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യമാണ് അവർ കുടുംബം പങ്കുവച്ചിട്ടുള്ളത്. ഈ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് അവിടെ തന്നെ, അതായത് ഇന്നലെ ഇത്തരത്തിൽ കർണാടക മുഖ്യമന്ത്രി എത്തിയ പരിശോധനയ്ക്ക് ശേഷം അവിടെ വന്ന് നടത്തിയിട്ടുള്ള അവലോകനത്തിന് ശേഷം അവിടെ ഇവർ ഈ ആദ്യഘട്ടം മുതൽക്കേ പറയുന്ന ഈ പ്രദേശത്ത് ഈ GPS സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തിയ ഈ പ്രദേശത്ത് ഈ ലോറി ഇല്ല എന്നൊരു നിഗമനത്തിലേക്ക് ഈ റവന്യൂ വകുപ്പ് അടക്കമുള്ളവർ എത്തിയിട്ടുണ്ടായിരുന്നു. കർണാടക റവന്യൂ വകുപ്പ് അടക്കമുള്ളവർ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലല്ല, ആ പ്രദേശത്ത് തന്നെയാണ് ഈ ലോറി ഉണ്ടാവാനുള്ള സാധ്യത എന്ന് തിരച്ചിൽ സംഘം പറയുന്നു. രഞ്ജിത്ത് അടക്കമുള്ള ആളുകളുടെ തിരച്ചിൽ സംഘം പറയുന്നു. അപ്പോൾ അവരെ വിശ്വസിച്ചുകൊണ്ട് ആ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോഴും ആ ലോറി ഉണ്ടാവുക, ആ ട്രക്ക് ഉണ്ടാവുക എന്ന ഒരു നിഗമനത്തിലാണ് ഈ കുടുംബമുള്ളത്. അപ്പോൾ ആ പ്രദേശത്ത് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പരിശോധന നടത്തിക്കഴിഞ്ഞാൽ, തിരച്ചിൽ നടത്തിക്കഴിഞ്ഞാൽ അർജുനെ കണ്ടെത്താൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ കുടുംബം പങ്കുവയ്ക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ 7ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടി മാത്രമാണ് സൈന്യം അവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ സൈന്യം കൂടി എത്തിച്ചേർന്നതിൻ്റെ ഭാഗമായി തിരച്ചിൽ കുറച്ചും കൂടി വേഗതയിലായിട്ടുണ്ട്. കുറച്ചുകൂടി മാൻ പവർ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം 40-ലധികം വരുന്ന സേനാംഗങ്ങളാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ NDRFൻ്റെ അടക്കമുള്ള വിവിധ സന്നദ്ധ സംഘടനകൾ അവിടെ ഇത്തരത്തിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമായ മാൻ പവർ ഇപ്പോഴും അവിടെയുണ്ട്. അപ്പോൾ അതിനെ കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഈ തിരച്ചിൽ നടത്തുകയാണെങ്കിൽ, ഇന്ന് ഏറെ നിർണായകമായ ദിവസമാണ്. അപ്പോൾ തിരച്ചിൽ നടത്തുകയാണെങ്കിൽ കൃത്യമായും അർജുനെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്, ആരെയും സ്ട്രെസ് ചെയ്ത് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സാധ്യമായ രീതിയിലുള്ള പരിശോധനകളും തിരച്ചിലുകളും എല്ലാം അവിടെ നടക്കുന്നുണ്ട്. കാരണം പ്രതികൂല കാലാവസ്ഥയുണ്ട്, എപ്പോൾ വേണമെങ്കിലും മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ പരിശോധന നടന്നു കഴിഞ്ഞാൽ അർജുനെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് കുടുംബം ഇപ്പോഴും പങ്കുവെക്കുന്നത്. അവരെപ്പോഴും പറയുന്നു, ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും മാറ്റി നിർത്താനോ തയ്യാറല്ല. കൃത്യമായിട്ടുള്ള രീതിയിൽ ഇന്ന് ഈ പരിശോധന നടന്നു കഴിഞ്ഞാൽ അർജുനെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് കുടുംബം പങ്കുവെക്കുന്നത്. നമ്മൾ ഇന്നലെയും കണ്ടതാണ്, വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധം ഈ അർജുൻ്റെ വീടിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ഇത്തരത്തിൽ അവിടെ നടക്കുന്നതിലൊരു അലംഭാവത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമെല്ലാം ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇന്നും സമാനമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ ഒരു പരിശോധനകളും തിരച്ചിലും നടന്നു കഴിഞ്ഞാൽ അർജുനെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഈ കുടുംബവും അതുപോലെ തന്നെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളും നമ്മളെല്ലാവരും ഉള്ളത്. ശരി ബെൻസൺ, അർജുനായി ഇന്ന് നടത്തുന്ന തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്നാണ് കുടുംബം പ്രതികരിച്ചിരിക്കുന്നത്. മണ്ണിനടിയിൽ തന്നെ വാഹനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എന്നും ആരെയും സ്ട്രെസ് ചെയ്യുന്നില്ല, പരിശോധനകൾ നടക്കട്ടെ എന്നുമാണ് അർജുൻ്റെ സഹോദരി ഇപ്പോൾ പ്രതികരിച്ചത്. ആ വിവരങ്ങളാണ് ബെൻസൺ ബാബു നൽകിയത്.